നാണമുണ്ടടാ. കണ്ടവൻ്റെ കുട്ടികളുടെ തന്ത ഞാനാണെന്ന് പറഞ്ഞു വരാൻ നാണം ഉണ്ടാവും. അവരുണ്ടാക്കിയ കൊച്ചല്ലേ, അവർ വളർത്തിക്കൊണ്ടുവന്ന കൊച്ചല്ലേ, അത് അനുഭവിക്കുന്നത് രാജ്യത്തെ ജനങ്ങളല്ലേ. എന്നിട്ട് അവസാനം ആ തന്തൻ്റെ പേര് മാറ്റി ഞങ്ങളായിക്കോളാം തന്ത എന്ന് ഏറ്റെടുക്കാൻ നാണം ഉണ്ടോ നിനക്കൊക്കെ? सर्वे भवन्तु सुखिनः हिंदुत्व है, सर्वे सन्तु निरामया हिंदुत्व है, सर्वे भद्राणि पश्यन्तु हिंदुत्व है, माँ कश्चित् भाग भवेत् हिंदुत्व है. തൂണിലും തുരുമ്പിലും ഹിന്ദുത്വം, കക്കൂസിലും കുളിമുറിയിലും ഹിന്ദുത്വം, മലയിലും കുന്നിലും ഹിന്ദുത്വം, ഇങ്ങനെ സർവ്വതും ഹിന്ദുത്വം അല്ലേ നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് കിടക്കട്ടെ പുതിയ ബില്ലിന് രാമൻ്റെ പേര് പറഞ്ഞതാരാ? നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാൻ, നമ്മുടെ കൃഷി സഹകരണ മന്ത്രി. ഇന്ന് പാർലമെന്റിൽ ഈ പുതിയ VBG റാംജി ബില്ല്, രാമന്റെ ജി ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ ലഹളയോ അതല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളോ ഒന്നും ഡിസ്കഷനിലോട്ട് വന്നിട്ടുമില്ല. ഇതൊരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല. നമ്മളിത് പാസ്സാക്കാൻ പോവാണ്. കാരണം സർവ്വതും സകലതും ഹിന്ദുത്വം അല്ലേ. കിടക്കട്ടെ രാമന്റെ പേരിൽ ഒരു ബില്ലും കൂടെ. हिंदुत्व संकीर्ण नहीं है माननीय अध्यक्ष महोदय. मैं इनको निवेदन करना चाहता हूँ प्रतिपक्षी मित्रों को, एकम सद विप्रा बहुधा वदंती हिंदुत्व है. माननीय अध्यक्ष महोदय, सिया राम में सब जग जानी हिंदुत्व है. माननीय अध्यक्ष महोदय, आत्मवत सर्वभूतेषु हिंदुत्व है. माननीय अध्यक्ष महोदय, अयम निजम परो वेत्ति गणना लघु चेतसाम उदार चरिता नाम तो वसुदैव कुटुंबकम हिंदुत्व है. माननीय अध्यक्ष महोदय, धर्म की जय हो, अधर्म का नाश हो, प्राणियों में सद्भावना हो, विश्व का कल्याण हो, ये हिंदुत्व है. और माननीय अध्यक्ष महोदय, सर्वे भवन्तु सुखिनः हिंदुत्व है, सर्वे सन्तु निरामया हिंदुत्व है, सर्वे भद्राणि पश्यन्तु हिंदुत्व है, माँ कश्चित् भाग भवेत् हिंदुत्व है. മരമണ്ടന്മാർ അല്ലെങ്കിൽ വാനരപ്പടയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് അല്ലെ. ഈ വാനരപ്പടകളെല്ലാം കൂടെ ഈ പറഞ്ഞ പാർലമെന്റിൽ പോയി കുത്തിരുന്നിട്ട് ഇന്ന് ഓരോ സാധനങ്ങൾ അങ്ങോട്ട് കാച്ചി വിടും. രാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഇതൊന്നും നമ്മൾ ചർച്ച ചെയ്യാറില്ല. നമ്മൾ ഇതുപോലത്തെ രാമന്റെ പേര് ഇവിടെ കുത്തിക്കയറ്റാം, രാമൻ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാം, അതല്ലെങ്കിൽ എവിടൊക്കെ വന്ദേ മാതരം പോലത്തെ പാട്ടുകളിൽ എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞുകുരുപ്പ് കുനിഷ്ട് കണ്ടുപിടിച്ച് അതിൽ കയറി പിടിക്കാം. ഇതൊക്കെയാണ് നമ്മൾ പാർലമെന്റിൽ നമ്മുടെ രാജ്യം അങ്ങനെയൊക്കെ വന്നു പോകുന്ന രാജ്യം ഭരിക്കുന്ന ഈ പ്രത്യേകതരം വാനര പാർട്ടി ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളും. വേറെ ഒരു കാര്യമില്ല. ഇന്ന് 18ാമത്തെ ദിവസം, അതായത് ഡിസംബർ 18 നമ്മുടെ ഈ വിന്റർ സെഷൻ അവസാനിക്കാൻ പോവാണ് നാളെ. ഇന്ന് കയറി ബില്ലവന്മാരങ്ങ് പാസ്സാക്കി. വേറെ ആരെന്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും അതിനുള്ള ഉത്തരങ്ങളൊന്നുമില്ല. കുറെ കവിത പാടി, കുറെ ചരിത്രം, അതായത് പിൻകാല ചരിത്രങ്ങൾ പറഞ്ഞു. അങ്ങനെയൊക്കെ അല്ലായിരുന്നോ, ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ, അതുകൊണ്ട് ഈ ബില്ല് അങ്ങോട്ട് പാസ്സായിക്കോട്ടെ. ഈ ബില്ലിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ എന്തിന് മഹാത്മാഗാന്ധിന്റെ പേര് ഒഴിവാക്കി, എന്തുകൊണ്ട് സംസ്ഥാനങ്ങളുടെ തലയിലോട്ട് ഇതിന്റെ പകുതി അല്ലെങ്കിൽ 40% എന്താ പറയാ ഫണ്ട് അല്ലെങ്കിൽ അവർ എടുക്കണം എന്ന് എന്തിനു പറഞ്ഞു? ഇതിനൊന്നും ഉത്തരങ്ങളില്ല. ഇതിനുള്ള ഉത്തരമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തൂണിലും തുരുമ്പിലും കക്കൂസിലും കുളിമുറിയിലും മൂത്രത്തിലും വെള്ളത്തിലും ഒക്കെ അതാണ്. സർവമയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിന് കിടക്കട്ടെ രാമന്റെ പേര്. നമ്മുടെ മണ്ടന്മാരെ ഞാനടക്കട്ടോ നമ്മളൊക്കെ ഉച്ചാളികളാക്കി ഈ വൃത്തികെട്ട നാറികൾ ചെയ്യുന്ന ഓരോ പരിപാടികളാണ് നമ്മുടെ രാജ്യത്ത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി. എന്താ നമ്മുടെ നാടിന്റെ അവസ്ഥ? ഈ ശിവരാജ് സിംഗിനോട് ചോദിച്ചേ, അല്ല ഇത്രയും പ്രതിപക്ഷം ബില്ലിന്റെ കോപ്പി വലിച്ചു കീറി ഇയാളുടെ മുഖത്തോട്ട് എറിഞ്ഞ് കൊണ്ടുപോയി നക്കി ചാവടാന്നുള്ള രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു. എന്നിട്ട് പോലും ഒരു ഉളുപ്പില്ലാണ്ട് അവിടെ നിന്ന് കവിത പാടി പ്രധാനമന്ത്രി മോദിനെ 4 അടിച്ച് പൊക്കി കയറ്റി വിട്ട് കുറെ ഹിന്ദുത്വം പറഞ്ഞ് വാജ്പേയിയുടെ ഒരു കവിതയും പാടി ബില്ല് പാസ്സാക്കിയ നമ്മുടെ പാർലമെന്റിൽ ചർച്ച ചെയ്യാണ്ട്, ചർച്ചയ്ക്കെടുക്കാണ്ട്, ചർച്ചയിൽ കാര്യങ്ങൾ സംസാരിക്കാണ്ട് ബില്ല് പാസ്സാക്കി. VBG റാംജി രാമനെ വന്നപ്പം ഗാന്ധിജിയുടെ പേരങ്ങ് കട്ട് ചെയ്ത്. എന്തിന് നിങ്ങൾ ഈ ഗാന്ധിയുടെ പേര് കട്ട് ചെയ്യണം എന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അതായിരുന്നു ഏറ്റവും രസകരം. कितनी योजनाओं का नाम इनने अपने खानदान को महिमा मंडित करने के लिए रखा. माननीय अध्यक्ष महोदय, राज्य सरकार की योजनाओं के नाम 25 नाम स्वर्गीय राजीव गांधी जी के नाम पर, 27 योजना के नाम इंदिरा जी के नाम पर, कुल 52 ये नाम की बात करते हैं. नाम रखने की सनक अगर है तो कांग्रेस की है. शैक्षणिक संस्था या यूनिवर्सिटी के नाम राजीव जी पर 55, इंदिरा जी पर 21, नेहरू जी पर 22, खेल और टूर्नामेंट ट्रॉफी के नाम राजीव गांधी जी पर 23, इंदिरा जी पर 4, नेहरू जी पर 2. और माननीय अध्यक्ष महोदय, सड़क, जगह,
इमारत के नाम 74 ने अपने नामों पर रखे, 51 अवार्ड के नाम नेहरू परिवार के नाम पर रखे गए, 37 संस्थान, चेयर और फेस्टिवल नेहरू जी के नाम पर और इंदिरा जी के नाम पर रखी गई, 39 चिकित्सा संस्थान और अस्पताल इनने अपने नाम पर कर लिए, 15 स्कॉलरशिप इनके नेताओं के नाम पर, 15 नेशनल पार्क जहाँ जानवर रहते हैं वो भी नेहरू जी, इंदिरा जी और राजीव जी के नाम पर कर दिए गए, 5 एयरपोर्ट और बंदरगाहों के नाम और उनके नाम से माननीय अध्यक्ष महोदय कितनी योजनाएं चलाई। तो नाम रखने की सनक इनकी है माननीय अध्यक्ष महोदय। मोदी सरकार तो केवल काम करना चाहती है, केवल काम में हमारा ഒരുപാട് പേരുകളില്ലേ, നെഹ്റുവിന്റെ പേരിൽ ഒരുപാട് പദ്ധതികളും ഒരുപാട് സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇന്ദിരയുടെ പേരിലുണ്ട്, മഹാത്മാഗാന്ധിയുടെ പേരിലുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങളുടെ കുറച്ച് പേരിടട്ടെ. ഇതായിരുന്നു ആൻസർ, ഇതായിരുന്നു ഉത്തരം. അതായത് അതിൻ്റെ ഒരു ഡീറ്റെയിൽ എടുത്ത് പറഞ്ഞുതരാൻ. എന്തിന് ഇത്തരത്തിലുള്ള പേരുമാറ്റങ്ങൾ എന്ന് ചോദിച്ച ചോദ്യത്തിന് നെഹ്റു കുടുംബത്തിന്റെ പേരിൽ രാജ്യത്തുള്ള നിരവധി സർവകലാശാലകൾ, സ്കോളർഷിപ്പുകൾ, വിമാനത്താവളങ്ങൾ, ഈ കണക്കുകളൊക്കെ അങ്ങ് നിരത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ശിവരാജ് സിംഗ് ചൗഹാൻ. അതുമാത്രമല്ല, ഗാന്ധിജിയുടെ പേരിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. श्रीमती प्रियंका गांधी कह रही थी नाम तो गांधी लगा लिया है, गांधी को भी गांधी से चुराने का पाप कांग्रेस ने किया है। माननीय अध्यक्ष महोदय ये कह रहे थे कि किस सनक में ये नाम बदल रहे हैं। सनक की बात की थी, सनक में हम नहीं है, सनक में मोदी सरकार नहीं है, नाम रखने की सनक तो कांग्रेस की है। माननीय अध्यक्ष महोदय कितनी योजनाओं के नाम महात्मा गांधी के नाम पे आपने रखे। माननीय अध्यक्ष महोदय इनने नाम महात्मा गांधी के नाम पर नहीं रखे, इनने नाम केवल नेहरू परिवार के नाम पर रखने का पाप किया। आज पूरा देश ये जान ले। ഗാന്ധി എന്നുള്ള പേര് പോലും നിങ്ങൾ നെഹ്റു കുടുംബം ഏറ്റെടുത്ത് അല്ലെങ്കിൽ കട്ടെടുത്തതല്ലേന്ന്. ഇതായിരുന്നു ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ ബില്ല് ചർച്ച ചെയ്യാൻ പറഞ്ഞപ്പം. എടാ മരമണ്ട, ഈ പറഞ്ഞ നെഹ്റു കുടുംബത്തിലുള്ള ഈ പറഞ്ഞ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നത് ഈ പറഞ്ഞ UPA സർക്കാർ ഭരിച്ചിരുന്ന കാലങ്ങളിലായിരുന്നു. അവരിട്ട പേരുകളാണ്. അതുപോലെ തന്നെ നെഹ്റുവിന്റെ പേരിൽ ഇവിടെ എയിംസ് ഉണ്ട്, അല്ലെങ്കിൽ നെഹ്റുവിന്റെ പേരിൽ അതും ഇതും ഉണ്ടെങ്കിൽ നെഹ്റു ഭരിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് കൊണ്ടുവന്ന പേരുകളായിരുന്നു. അതുപോലെ തന്നെ ഇന്ദിരയുടെ പേരിൽ ഇത്രയും പേരുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പാർട്ടി ഭരിച്ച കാലത്ത് അവർ കൊണ്ടുവന്ന പദ്ധതികളും അവർ കൊണ്ടുവന്ന സർവകലാശാലകളും അവർ കൊണ്ടുവന്ന സ്കൂളുകളും അവർ കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റികളും ആയിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇവരിട്ട പേര് മാറ്റാൻ ഉള്ളിപ്പുണ്ടോ? തന്തയുടെ പേര് മാറ്റി ഇവന്റെ തന്തയുടെ പേര് ഇങ്ങനെ ഉണ്ട്, അത് മാറ്റി എന്റെ തന്തയുടെ പേര് അതിലിട്ടോ, എനിക്ക് ഇനി നല്ലൊരു പദ്ധതി കിട്ടിയല്ലോ എന്ന് ഉളുപ്പ് എന്ന് പറഞ്ഞതുണ്ടോ? നെഹ്റുവിന്റെ ഒരു പദ്ധതി, അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഒരു പദ്ധതി, അല്ലെങ്കിൽ ഇന്ദിരയുടെ പദ്ധതി, ആ പദ്ധതി അവിടെ കിടക്കട്ടെ. നീ ഒലത്ത്, അല്ലെങ്കിൽ നിന്റെ പ്രധാനമന്ത്രി നീയും കൂടെ ഒലത്തി ഉണ്ടാക്ക് പുതിയ പദ്ധതികൾ. എന്നിട്ട് പേരിട്ടോ, മോദി എന്നോ രാമെന്നോ ശിവനെന്നോ പേര് നിങ്ങൾ ഇട്ടോ. ഉള്ള പദ്ധതികൾ, നല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ, നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പദ്ധതികൾ, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും കൈവെക്കാത്ത നിങ്ങളെപ്പോലെ ഉച്ചാളികൾ ഒരു തേങ്ങയും രാജ്യത്തോട്ട് കൊണ്ടുവന്ന പദ്ധതികൾക്ക് അത്രയും പേരുകളില്ലെന്ന് പറഞ്ഞ് പേര് മാറ്റാൻ ഉളുപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ നിങ്ങൾക്ക്? ഇത് കേട്ട് നിൽക്കുന്ന ജനങ്ങൾ പറ, ഇവന്മാര് കൊണ്ടുവന്ന പദ്ധതികൾക്ക് ഇവന്മാര് പേരിട്ടോട്ടെ. ഇവന്മാര് കൊണ്ടുവന്ന പദ്ധതികൾക്ക് ശിവനെന്നോ രാമനെന്നോ ഈ പറഞ്ഞ ശിവരാജെന്നോ അല്ലെങ്കിൽ മോദി എന്നോ അല്ലെങ്കിൽ അമിട്ടെന്നോ എന്ത് പേരിട്ടോട്ടെ. ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതിയുടെ പേര് മാറ്റി അവിടെ കയറി രാമൻ കയറ്റിയിട്ട് നിങ്ങളുടെ പേരിൽ കുറെ പദ്ധതികളില്ലേ? നാണമുണ്ടടാ. കണ്ടവന്റെ കുട്ടികളുടെ തന്ത ഞാനാണെന്ന് പറഞ്ഞു വരാൻ നാണം ഉണ്ടാവും. അവരുണ്ടാക്കിയ കൊച്ചല്ലേ, അവർ വളർത്തിക്കൊണ്ടുവന്ന കൊച്ചല്ലേ, അത് അനുഭവിക്കുന്നത് രാജ്യത്തെ ജനങ്ങളല്ലേ. എന്നിട്ട് അവസാനം ആ തന്തന്റെ പേര് മാറ്റി ഞങ്ങളായിക്കോളാം തന്ത എന്ന് ഏറ്റെടുക്കാൻ നാണം ഉണ്ടോ നിനക്കൊക്കെ? ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ. ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായിരുന്നു ഞാൻ ഈ പറഞ്ഞതൊക്കെ. विधेयक पर विचार करने हेतु प्रस्ताव स्वीकृत किया जाए। जो सदस्य इसके पक्ष में आ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्षवा विधेयक पर विचार करने हेतु प्रस्ताव को स्वीकृत किया। अब सभा विधेयक पर खंडवार विचार करेगी। प्रश्न ये कि खंड 2 से 37 विधेयकांग बने। जो सदस्य इसके पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्षवा खंड 2 से 37 विधेयकांग बना। प्रश्न ये है कि पहली और दूसरी अनुसूची विधेयकांग बने। जो सदस्य के पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्षवा अनुसूचित पहली और दूसरी विधेयकांग बनी। प्रश्न ये कि खंड 1 अधिनियम शुद्ध उद्देशिका और विधेयक का पूरा नाम विधेयकांग बने।
जो सदस्य के पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में खंड 1 अधिनियम सूत्र उद्देश्य का विधेयक का पूरा नाम बने। मंत्री जी प्रस्ताव करें कि विधेयक को पारित किया जाए। माननीय अध्यक्ष महोदय, मैं प्रस्ताव करता हूं कि इस विधेयक को सभा द्वारा पारित किया जाए। प्रश्न ये कि विधेयक को पारित किया जाए। जो सदस्य के पक्ष में हाँ गए, जो सदस्य विरोध में ना गए, मेरे विचार में निर्णय हाँ वालों के पक्ष में, हाँ वालों के पक्ष में प्रस्ताव स्वीकृत हुआ, विधेयक पारित हुआ। सभा की कार्रवाई कल शुक्रवार दिनांक 19 दिसंबर 2025 को प्राप्त 11 बजे तक के लिए स्थगित की जाती है। ഇവിടെ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം എന്തിന് യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ പേര് മാറ്റി എന്നുള്ളതാണ്. അതല്ലാണ്ട് കുറെ പേരിൽ ഗാന്ധിജി ഇല്ല, ഇനി കിടക്കട്ടെ രാമൻ എന്നുള്ളതല്ലായിരുന്നു. അതിൻ്റെ ഉള്ളിലുള്ള ഉദ്ദേശ ശുദ്ധി ഒന്നുമില്ല. രാമരാജ്യമാക്കണമെങ്കിൽ, രാമനെ കയറ്റണമെങ്കിൽ ചരിത്രവും പാരമ്പര്യവും പിതൃത്വം ഇല്ലാത്ത ഈ ഒരു പാർട്ടി, അല്ലെങ്കിൽ ഈ ഒരു RSS എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഒരു തരത്തിലുള്ള ബേസിക് ഒരു, അതായത് ലെഗസി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലാത്ത ഈ ഒരു പാർട്ടിക്ക് ഇനി തന്തനുണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ പണ്ട് നല്ല രീതിയിൽ തന്തക്ക് പറഞ്ഞ ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്തു വെച്ചിട്ടുള്ള നല്ല നല്ല പദ്ധതികൾ അവർക്കിട്ട പേര് മാറ്റിയിട്ട് ഇവന്മാരുടെ തന്തയുടെ പേര് കയറ്റണമെങ്കിൽ മാത്രമേ ഇവർക്ക് പേര് വരൂ ഇനി വരുന്ന തലമുറയിലോട്ട് എന്നുള്ള ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് ഇമാതിരി ചെറ്റത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇനി ഇത്തരത്തിൽ 40%, പണ്ട് 10% സംസ്ഥാന ഗവൺമെന്റും 90% കേന്ദ്ര ഗവൺമെന്റും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഈ ഒരു പദ്ധതിക്ക് 60ഉം 40ഉം ആക്കി സംസ്ഥാനങ്ങളുടെ തലയിലോട്ട് എന്തിന് കെട്ടിവെച്ചു എന്ന ചോദ്യങ്ങൾക്ക് അവിടെ കയറി കവിത പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? ശിവരാജ് സിംഗ് ചൗഹാനെ കാര്യമുണ്ടോ? ഇല്ല അല്ലേ? അത് മാത്രമല്ല, ഇതിലൊക്കെ പഞ്ചായത്തുകൾക്ക് നേരിട്ടുള്ള പല അവകാശ പരിധികളും മാറ്റിയിട്ട് അതിൽ കേന്ദ്രത്തിന്റെ നേരിട്ടുള്ള ഇടപെടൽ എന്തിനു കൊണ്ടുവന്നു? അതും മുക്കാൻ, കാശ് മുക്കാൻ. അത് തന്നെയാണ് ഈ പദ്ധതികളുടെ പേരിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 35 ലക്ഷം കോടിയാണ് ഇവന്മാർ പദ്ധതികളുടെ പേരിൽ മുന്നോട്ടിട്ടിട്ട് അതിത്തെ 90% ഇവന്മാർ മുക്കിയിട്ടുള്ള പൈസ, ബാക്കി 10% ഈ പറഞ്ഞ പദ്ധതികളിലോട്ട് ചെലവഴിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സകല പദ്ധതികളും ഈ വൃത്തികെട്ടവന്മാർ മുക്കിത്തുളച്ച് രാജ്യത്തിനെ പടുകുഴിയിലോട്ട് കൊണ്ടിടും. സെഞ്ചുറി നമ്മൾ പഠിക്കും, 91 ആയിട്ടുണ്ട്, സെഞ്ചുറി അടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. നമ്മളിവിടെ മേലോട്ട് കുത്തിക്കയറ്റി കൊണ്ടുപോകുന്നുണ്ട് എല്ലാ സാധനങ്ങളും. അംബാനിൻ്റെയും അദാനിൻ്റെയും ഇവൻ്റെ ഒക്കെ വായിലോട്ട് കുത്തിക്കയറ്റി ഈ നേതാക്കന്മാർ ഇവൻ്റെ ഒക്കെ വയറ് വീർപ്പിച്ച് വളിയിട്ട് വീട്ടിൽ കൂടെ നടക്കുക. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. ഈ സംസ്ഥാനങ്ങൾക്ക് തലയിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് പദ്ധതികൾക്ക് അല്ലെങ്കിൽ ഇവർ ചോദിക്കുന്ന കാര്യങ്ങളൊന്നും വിട്ടുകൊടുക്കാണ്ടിരിക്കുക. അതിന് ഊള പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പലതരത്തിൽ ലോക്പാൽ ത്രൂ പല സംവിധാനങ്ങളും കൊണ്ടുവന്നിട്ട് എല്ലായിടത്തും കേന്ദ്രത്തിന് കൈവെക്കണം എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം കൊണ്ടുവരുന്ന പദ്ധതികളിലെ ചേഞ്ചസുകൾ ചോദിക്കുമ്പോൾ പാട്ടും പാടി പെയ്ത്തും പാടി രാമരാജ്യം പറഞ്ഞ് ഹിന്ദുത്വം പറഞ്ഞിട്ട് നാണം കേട് കാണിക്കുന്ന ഒരു വൃത്തികെട്ട അവസ്ഥ, ഒരു പാർലമെന്ററി എന്താ പറയുക, ഒരു സെഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കഷ്ടം. അവസാനം പണി കിട്ടുമ്പോൾ ഓരോന്നിൻ്റെ മൂട്ടിൽ കയറി കിട്ടുമ്പോൾ വെടി പൊട്ടുമ്പോഴേക്കും നീയൊക്കെ തിരിച്ചറിയാം രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത്.